CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ദീപശിഖ ജാഥ കരുനാഗപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഞായറാഴ്ച വയലാറിൽ നിന്നും തുടങ്ങിയ ജാഥ ഇന്ന് വൈകിട്ട് സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. ശൂരനാട് നിന്ന് കൊടിമര ജാഥ ഉടൻ ആരംഭിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയാണ് ജാഥ ക്യാപ്റ്റൻ. റോഷിപ്പാലും സാനിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം റോഷിപ്പാലിലേക്ക് പോകാം. റോഷി ഇപ്പോൾ ജാഥയ്ക്കൊപ്പമാണുള്ളത്. റോഷി, ജാഥ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ദീപശിഖ ജാഥ വൈകുന്നേരത്തോടു കൂടിയാണ് സമ്മേളന നഗരിയിൽ എത്തുകയല്ലേ? അരുൺകുമാർ, വൈകിട്ട് 5 മണിയോടെയാണ് ഈ ദീപശിഖ ജാഥ ഈ കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുക. അല്പം മുമ്പാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും ജാഥ ആരംഭിച്ചത്. PK ബിജു നയിക്കുന്ന ജാഥയാണ്. ഇത് വയലാറിൽ നിന്നും ഞായറാഴ്ച തുടങ്ങിയതാണ്. ഈ ജാഥക്കൊപ്പം കൊടിമര ജാഥയും പതാക ജാഥയും അടക്കം എത്തുന്നതോടെ ഏതാണ്ട് കൊല്ലമാകെ ചുവപ്പണിഞ്ഞു നിൽക്കുകയാണ്. സമ്മേളനത്തിന്റെ ആവേശത്തിലാണ് കരുനാഗപ്പള്ളിയിൽ. ഏതാണ്ട് അല്പസമയം മുമ്പാണ് കരുനാഗപ്പള്ളി ടൗണിൽ നിന്നും ജാഥ പുറപ്പെട്ടത്. ഇനി സ്വീകരണ കേന്ദ്രങ്ങളുണ്ട്. ഏതാണ്ട് 12 മണിക്ക് ഇടവേളയെടുക്കും. പിന്നീട് വീണ്ടും 3 മണിക്ക് തുടങ്ങുന്ന രീതിയിലാണ് ജാഥ ക്രമീകരിച്ചിരിക്കുന്നത്. PK ബിജു, ഒപ്പം V വസീഫ് ഉൾപ്പെടെയുള്ള ചന്ദ്രബാബു അടക്കമുള്ള നേതാക്കളാണ് ഈ ജാഥ നയിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടെ പതാക ഉയർത്തുന്നതോടെ ഒരാവേശം കൊല്ലത്തേക്ക് ഈ ജാഥ റോഷിപാലാണുള്ളത്. കരുനാഗപ്പള്ളിയിൽ ഇത് ഇപ്പോൾ ദീപശിഖ ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. PK ബിജു നയിക്കുന്ന ദീപശിഖയാണ് ഇപ്പോൾ കരുനാഗപ്പള്ളി പിന്നിട്ടിരിക്കുന്നത്.